സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയുടെ പങ്ക് ആദ്യം സംശയിച്ചത് ഹൈക്കോടതിയാണ്. ശബരിമലയെ കൊള്ള സങ്കേതമാക്കി മാറ്റിയോ എന്ന സംശയം ശരിയെന്ന് തെളിയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൊള്ളയടിക്കുക മാത്രമല്ല, കളവ് നിയമത്തിന് മുന്നിൽ വരാത്ത വിധം മറയ്ക്കാനും ശ്രമം നടന്നിരുന്നു. അന്വേഷണ സംഘത്തിനാകട്ടെ സമ്മർദ്ദത്തിൽ നിന്ന് മാറാനും കഴിയുന്നില്ല. ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം കേട്ടാലും കുഴപ്പമില്ലെന്ന രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോയാൽ കോടതി സംശയിക്കുന്ന വൻ തോക്കുകൾ രക്ഷപ്പെടും. പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ചെറിയ പുള്ളികളല്ല. സ്വർണം പൂശലിൻ്റെയും സ്പോൺസർഷിപ്പിൻ്റെയും മറവിൽ സന്നിധാനത്ത് വിലസിയവരാണ്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ, സ്വർണം പൊതിഞ്ഞ കതക്, കട്ടിളപ്പാളികളിലെ സ്വർണം എല്ലാം ചെമ്പെന്ന് വരുത്തി തീർത്തവർ ഉരുപ്പടികൾ എത്തിച്ചു കൊടുത്തത് പങ്കജ് ഭണ്ഡാരിക്കാണ്. ഓർക്കേണ്ട കാര്യം, തൊട്ടു മുൻപത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞ കാര്യം ഓർക്കുക. സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് കൊടുത്തുവിട്ടതല്ല, ഞങ്ങൾ കൊണ്ടുകൊടുത്തതാണ്. അതിന് ദേവസ്വം ബോർഡ് ജീവനക്കാരും ഒപ്പം പോയി എന്നാണ്. അതേ സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരി ഇപ്പോൾ അറസ്റ്റിൽ. 2019 മാത്രമല്ല, ഈ വർഷവും തട്ടിപ്പ് തുടർന്നെന്ന് ഉറപ്പ്. ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ടാണല്ലോ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിച്ചത്. കുറച്ച് ഗ്രാം സ്വർണം കൂടുതൽ പൂശിയെന്ന് പറഞ്ഞ് PS പ്രശാന്ത് കൈയൊഴിഞ്ഞു. ഇതേ വാദമാണ് ജാമ്യം കിട്ടാൻ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനും പറയുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തുകൊണ്ട് മെല്ലെയായി? മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥന്മാർ വലിയ സമ്മർദ്ദമാണ് SITയുടെ മീതെ ചെലുത്തുന്നത്. ഹൈക്കോടതിയും മെല്ലെപ്പോക്കിനെതിരെ ഉത്തരവിറക്കിയതിനാൽ പ്രതിപക്ഷത്തിന് അത് ആയുധമായിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് സ്വർണ്ണക്കൊള്ള നടന്ന 2019 ഉണ്ടായിരുന്ന പ്രസിഡന്റും കമ്മീഷണറും ജയിലിലായിട്ടും അന്നത്തെ അംഗങ്ങളിലേക്ക് അന്വേഷണം പോകാത്തത് ഹൈക്കോടതി എടുത്തു പറഞ്ഞത് ശ്രദ്ധേയമാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി 2 IPS ഓഫീസർമാർ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് VD സതീശൻ ആരോപിക്കുന്നത് ഈ ഇടപെടൽ പുറത്തെത്തിക്കാനാണ്. ഇതൊക്കെ ഒരു കേസാണ്. ആ കേസിന് ആരാണോ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്, ആ തട്ടിപ്പുകാര് ഏത് കൂട്ടത്തിൽപ്പെട്ടവരായാലും നിയമത്തിന്റെ കരങ്ങളിൽ പെട്ട് എന്ന നിലപാട് മാത്രമേ സ്വീകരിക്കാറുള്ളൂ. ഇതിൽ ശബരിമലയിലുണ്ടായ ഗൗരവമുള്ള കാര്യം അതിന്റെ ഗൗരവത്തിന്റെ പൊയ്ക്കോട്ടെ, അതിനൊന്നും ഒരു തടസ്സമില്ല. കള്ളന്മാരെ സംരക്ഷിക്കാൻ എങ്ങനെ ശ്രമിച്ചാലും സത്യം പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്വർണ്ണക്കൊള്ളയുടെ ഭാരം മുഴുവൻ താങ്ങേണ്ടി വരുന്നത് CPM ആണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ തോൽവി കൂടിയായതോടെ ഭാരം ഇരട്ടിയായി. താത്വിക അവലോകനത്തിലൂടെ MV ഗോവിന്ദൻ മറച്ചുവെക്കാൻ ശ്രമിച്ചാലും ഒളിച്ചു വെക്കാവുന്നതല്ല സ്വർണ്ണക്കൊള്ളയിലൂടെ ഉണ്ടായ പ്രതിച്ഛായ നഷ്ടം. കുറ്റാരോപിതരാണ് കുറ്റവാളികളല്ല എന്ന ന്യായമൊന്നും ഇവിടെ വിലപ്പോവില്ല.